ഞങ്ങളെ കൂട്ടായിക്ക് ഇത്ര വലിയ പ്രയാസം? ഞാനത് പല സമയങ്ങളിലും ഞാനത് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ കൂട്ടായിന്റെ ചരിത്രത്തിൽ ഉപജില്ലാ കലാമേള കൂട്ടായി MM ഹയർ സെക്കൻഡറി സ്കൂളിൽ 3-ാം തവണയാണ് വരുന്നത്. ഈ 3-ാം തവണ ഈ കലാമേള ഇവിടെ നടക്കുമ്പോ ഇതിന്റെ തൊട്ടു മുമ്പ് കലാമേള നടന്ന പല വേദികളിലും പല സ്ഥലങ്ങളിലും ഉണ്ടായതുപോലെ എങ്ങനെ ഉപമിക്കാം? 100-ൽ ഒരു അംശം പോലും കൂട്ടായിന്റെ മണ്ണിൽ വരുന്ന വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ ഒരു രീതിയിലും ആശങ്കപ്പെടേണ്ട ഒരു സംവിധാനം ഈ കൂട്ടായിൽ ഉണ്ടായിട്ടില്ല എന്നതിൽ ഞാൻ അതിയായി ആഹ്ലാദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനൊരു കൂട്ടായിക്കാരനായതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം കൂട്ടായിയെ നിങ്ങൾ പുറത്തു നിന്ന് നോക്കി കാണുന്നതല്ല കൂട്ടായി. എന്ന് ഈ 4 ദിവസം കൊണ്ട് കൂട്ടായിയിലെ നാട്ടുകാർ ഈ ഉപജില്ലാ കലാമേള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പരിപാടിയിലുപരി ഇത് ഞങ്ങളുടെ നാടിന്റെ ഒരു ആഘോഷമാക്കിയ എന്റെ നാട്ടുകാർക്കാണ് ഞാൻ ആദ്യമായി അഭിവാദ്യം അർപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഒരു തരത്തിലും ഈ മേളയോട് ഒരു അലംഭാവം കാണിക്കാതെ ഈ മേളയ്ക്ക് വേണ്ട എല്ലാ പിന്തുണയും തന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടായിയിലെ നാട്ടുകാരാണ്. ആ പ്രിയപ്പെട്ട കൂട്ടായിയിലെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളേതായാലും കൂട്ടായിക്കാരെ ആഘോഷങ്ങൾ കൊണ്ടാടുന്നവരാണ്. ഇനി ഒരുപാട് ആഘോഷങ്ങൾ വരും. ഇപ്പൊ വേദിയിൽ AS സാറുണ്ട്, ഉദ്ഘാടകനാണ്. എനിക്ക് പറയാനുള്ളത്, ഇനി ജില്ല തന്നാലും ഈ കൂട്ടായിന്റെ സ്നേഹം വിളമ്പാൻ ഈ കൂട്ടായിലെ നാട്ടുകാർ സന്നദ്ധയാണെന്ന് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പിന്നെ ഈ മേളക്ക് എല്ലാ സബ് കമ്മിറ്റികളും തന്ന പിന്തുണ, എന്റെ പ്രിയപ്പെട്ട ഡിസിപ്ലിൻ ചെയർമാൻ AK മജീദ് ഖാൻ, ഞാൻ മജീദ് ഖാനോട് ചെയർമാനായി മജീദ് ഖാനെ തിരഞ്ഞെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ മേളയോട് ഒരു വാശിയുണ്ട്. കാരണം ഞാൻ 1-2 കമ്മിറ്റിയിൽ ഇരുന്നപ്പോ ഞാൻ കേൾക്കുമാറെ 1-2 അധ്യാപകർ കൂട്ടായിയെ കുറിച്ച് ഒരു വർത്തമാനം പറഞ്ഞു. അപ്പൊ അത് ഈ മേളയോട് കൂടി കൂട്ടായി അങ്ങനെയല്ല, കൂട്ടായി സ്നേഹം വിളമ്പുന്ന നാടാണെന്ന് ഈ കൂട്ടായിക്കാർ കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ ഡിസിപ്ലിൻ ചെയർമാനായ AK മജീദ് ഖാനോട് പറഞ്ഞിരുന്നു. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങളുടെ കൂടെ നമ്മളെ സ്കൂളിലെ PTA അധ്യാപകനായ എന്റെ പ്രിയ സുഹൃത്ത് അമീർ മാഷ് രാത്രി ഉറങ്ങാതെയും അതിരാവിലെ എണീറ്റ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പക്ഷേ നമ്മളെ മേള തുടങ്ങിയത് 12-ാം തീയതിയാണ്. 9-ാം തീയതി ഓഫ് സ്റ്റേജുകളാണ് നടന്നുകൊണ്ടിരുന്നത്. 6-ാം തീയതി മുതൽ ഓഫ് സ്റ്റേജുകൾ നടന്നതും 9-ാം തീയതി സ്റ്റേജ് പ്രോഗ്രാമുകളും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഊട്ടുപുര പാല് കാച്ചി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 ദിവസം മുമ്പ് ഒരു ഓൺലൈൻ ചാനലിൽ കൂട്ടായിൽ ഉപജില്ലാ കലോത്സവത്തിന് വന്ന അധ്യാപകന് ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് കിട്ടിയില്ല. അതായത് ഭക്ഷണം കിട്ടാത്തല്ല പ്രശ്നം, ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് കിട്ടിയില്ല. അപ്പൊ കൂട്ടായിൽ പ്ലേറ്റ് ഇല്ല എന്നാണ് അതിന്റെ ഉദ്ദേശം. പക്ഷെ അത് അധ്യാപക സംഘടനകൾ തമ്മിലുള്ള ഒരു വടംവലിന്റെ ഭാഗമായിട്ട് ഒരു ഓൺലൈൻ ചാനലിൽ വന്ന വ്യാജ ന്യൂസാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ കാസിം മാഷയും എന്റെ പ്രിയപ്പെട്ട HM ബിന്ദുലാൽ മാഷയും വിളിച്ച് അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരു സംഭവം ഈ വിദ്യാലയത്തിന്റെ അകത്ത് നടന്നിട്ടില്ല. അപ്പോ ഈ ഓൺലൈനിലൊക്കെ കൂട്ടായിനൊന്ന് മോശമാക്കി കാണിക്കാമെന്ന് വിചാരിച്ച് ആകാശത്തേക്ക് നോക്കി ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ കൂട്ടായിയെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ തെളിയിച്ചു കഴിഞ്ഞു ഈ 4 ദിവസം കൊണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരടുത്ത് നിന്ന് ഇവിടെ വന്ന ഒരു വിദ്യാർത്ഥിക്കും ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനും ഒരു ജഡ്ജ്മെന്റ് നടത്തിയ ജഡ്ജസിനും ഒരു പ്രയാസം അനുഭവിച്ചിട്ടില്ല എന്നതിൽ 100% ചാരിത്രത്തോടുകൂടി ഞാൻ അവിടെ നിൽക്കുന്നത്. പിന്നെ
കൂട്ടായിലെ ജനങ്ങളും വിദ്യാലയവും ഒരുമിച്ച് നിന്നതിന്റെ ഫലം തിളക്കമാർന്ന വിജയം നമ്മൾ കണ്ടു. ഈ സമാപന സമ്മേളനത്തിൽ നാം ഇന്ന് നിൽക്കുന്നത് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന തിരൂർ ഉപജില്ലയിലാണ്. നാം ഇന്ന് വേദി പങ്കിടുന്നത് വെറും ഒരു മണ്ണിലല്ല. ഇത് മലയാളത്തിന്റെ അക്ഷര പൈതൃകം ആരംഭിച്ച പുണ്യതീർത്ഥമാണ്. തുഞ്ചൻ പറമ്പിന്റെ തണലും മാമാങ്കത്തിന്റെ വീരഗാഥകളും ഉറങ്ങുന്ന മണ്ണാണ് തിരൂരിൻ്റെത്. കവിതയുടെ കുലപതിയായ വെള്ളത്തോൾ നാരായണമേനോന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ മണ്ണിൽ വെച്ച് കലോത്സവം നടന്നപ്പോൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൊച്ചു ഗ്രാമമായ കൂട്ടായിയുടെയും തനിമയും ഈ കലോത്സവത്തിന് വന്നിട്ടുണ്ട്. നാനാജാതി മതസ്ഥരും കലാകാരന്മാരും അധ്യാപകരും രക്ഷിതാക്കളും ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമാണ് ഈ വിജയം. തിരൂരിന്റെ അക്ഷര വെളിച്ചം കൂട്ടായിയുടെ ഹൃദയത്തിൽ നിന്ന് ജില്ലാ തലത്തിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിച്ച ഓരോ ഇനവും തീർച്ചയായും വലിയ പരിശ്രമത്തിന്റെ ഫലമാണ്. ഈ ഗ്രാമം, ഈ ഉപജില്ലയും നിങ്ങളോടൊപ്പമുണ്ട്. തോൽവികളെ തളരാതെ നേരിടാനും വിജയങ്ങളെ വിനയത്തോടെ സ്വീകരിക്കാനും നിങ്ങൾ പഠിക്കണം. പിന്നെ പേരെടുത്ത് പറയാനില്ല. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ 4 ദിവസം സുസജ്ജമായി രാത്രി 1:30ക്കും 2 മണിക്കൊക്കെ പരിപാടി അവസാനിക്കുമ്പോ അപ്പോഴും നമ്മളോടൊപ്പം നിന്ന മെഡിക്കൽ ടീം വെള്ളം എന്നിവ കൃത്യമായി നമുക്ക് വേണ്ടി എത്തിച്ചു തന്ന എല്ലാവർക്കും ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു. പിന്നെ ഈ സമാപന യോഗം ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ തിരൂർ AEO ബാബുരാജ് സാറാണ്. അദ്ദേഹത്തിന് ഞാൻ അതിയായി കൃതജ്ഞത അറിയിക്കുന്നു. കാരണം ഒരു AEO ആയിട്ടല്ല, നമ്മളെ കൂടെ എല്ലാത്തിനും ഒറ്റക്കെട്ടായി രാത്രി അസമയത്തും നമ്മളെ കൂടെ എല്ലാത്തിനും നിന്ന് പ്രിയപ്പെട്ട സാറിനെ ഞാൻ എന്റെ കൃതജ്ഞത അറിയിക്കുന്നു, കൂട്ടായിയുടെ കൃതജ്ഞത അറിയിക്കുന്നു. വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഞാനിപ്പോ ഈ 4 ദിവസത്തെ മത്സരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ മത്സരിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കല്ല ഈ A ഗ്രേഡ് നേടണമെന്നും ജില്ലാതലത്തിൽ പോകണമെന്നുള്ള ഒരു വാശിയുള്ളത്. ഇത് പ്രാക്ടീസ് കൊടുക്കുന്ന അധ്യാപകർ ഉണ്ടാക്കുന്ന ഒരു ചെറിയ പ്രയാസമുണ്ട്. എന്താണെന്നറിയാ, ഈ മത്സരാർത്ഥി ഈ അധ്യാപകരുടെ അടുത്ത് പോയി ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങളെ കുട്ടീനെ ഞാൻ സംസ്ഥാന തലത്തിൽ എത്തിച്ചു തരാം എന്നൊരു വാഗ്ദാനം കൊടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ ഇപ്പോ നമ്മളെ ഈ വേദിക്ക് മുന്നിൽ ഒപ്പന നടക്കുമ്പോ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടൊരു പ്രയാസം വന്നപ്പോ അതിലിടപെട്ട് സംസാരിച്ചപ്പോ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പറഞ്ഞു, ഞങ്ങൾ ഇത്ര പൈസ കൊടുത്തിട്ടാണ് ഞങ്ങളെ കുട്ടീനെ സംസ്ഥാന തലത്തിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് വന്നത്. പക്ഷെ ഞങ്ങള് പ്രയാസപ്പെട്ടു പോയി. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കല ഒരു ആസ്വാദന, ജനങ്ങൾ ആസ്വദിക്കേണ്ട ഒരു രൂപമാണ്. അത് പണം കൊടുത്ത് വാങ്ങേണ്ട ഒന്നല്ല. ഈ പണം കൊടുത്ത് വാങ്ങുന്ന ഈ കലയിലാണ് നമ്മുടെ നാടിനെ മോശമാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങളും അപവാദങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരത്തെ മത്സരമായി കാണണം. വിദ്യാർത്ഥികളിൽ സംഘർഷ ബുദ്ധി പടർത്തി വിടുന്ന മത്സരമായിട്ട് ഇതിനെ കാണേണ്ടതില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. എന്നെക്കായും മുതിർന്ന ആളുകളും ബഹുമാന്യരായ ആളുകളൊക്കെ വേദിയിലുണ്ട്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ വേദിയിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഈ വേദിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പറ്റിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നുണ്ട്. അതിലിപ്പോ വേറൊരു കാര്യം പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ അധ്യക്ഷനായി.